മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തല കീഴായി മറിഞ്ഞ വൻ അപകടം. ഒരാൾക്ക് ദാരുണാന്ത്യം. പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റ് 20 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മരിച്ചത് ബസ് യാത്രക്കാരനാണെന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. ശിവദാസ് കന്മനമുണ്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. ശിവദാസെ, വലിയൊരു അപകടത്തിന്റെ വാർത്തയാണല്ലോ ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരാൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകട കാരണത്തെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായോ? ഒപ്പം 20-ലധികം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. അവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെ തുടരുകയാണ്? ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ ശിവദാസ്? അശ്വതി, ഏകദേശം ഇന്ന് 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. കുറ്റിപ്പുറം ദേശീയപാതയിലാണ് ഇത്തരത്തിൽ ബസ് തല കീഴായി മറിഞ്ഞുണ്ടായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. വലിയ അപകടം തന്നെയാണ്. ഈ അപകടത്തിൽ ഒരാളാണ് മരിച്ചിരിക്കുന്നത്. കോഴിക്കോട് പെരുവയൽ സ്വദേശിയായ വൈഷ്ണവ് എന്ന 31-കാരനാണ് മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 20ഓളം പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ 3 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവർ എല്ലാം തന്നെ ഈ സമീപത്തുള്ള കുറ്റിപ്പുറത്ത് സമീപത്തുള്ള വിവിധ ആശുപത്രികളിൽ തുടരുകയാണ്. ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ സമയത്ത് തന്നെ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഈ ബസ് തല കീഴായി മറിഞ്ഞു. അതായത് കുറ്റിപ്പുറം ദേശീയപാതയിൽ ഒരു പാലം ഉണ്ട്. ആ പാലത്തിനോട് ചേർന്ന് ആണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. ഈ ഡിവൈഡറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടാണ് ബസ് മറിഞ്ഞത്. ഈ ബസ് മറിയുമ്പോൾ അവിടെ ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാറിന് മുകളിലേക്കാണ് മറിഞ്ഞത്. അതായത് നേരത്തെ ഒരു അപകടം ഉണ്ടായി അവിടെ സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറാണ്. ആ കാറിന്റെ മുകളിലേക്കാണ് ഈ അപകടം ഉണ്ടായത്. ബസ് തല കീഴായി മറിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ചില ഭാഗങ്ങളൊക്കെ തന്നെ വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ആളുകളെ പുറത്തേക്ക് എടുത്തത്. പക്ഷേ ഏറെ ആശ്വാസം എന്ന് പറയുന്നത് അതിൽ മറ്റുള്ളവരുടെ എല്ലാം തന്നെ, അതായത് 3 പേരുടെ നില ഗുരുതരമാണെങ്കിലും ബാക്കിയുള്ള ആളുകളുടെ ഒക്കെ തന്നെ നില വലിയ കാര്യമായി അവർക്ക് ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇന്നൊരു അവധി ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ താരതമ്യേന ബസ്സിൽ ആള് കുറവായിരുന്നു. അതും ഒരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ബസ് കോഴിക്കോട് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സാണ്. തൃശൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. അശ്വതി. ശിവദാസ്, എന്നാലും ആശങ്കാജനകമായ വിവരങ്ങൾ അവിടെ നിന്നും പുറത്തു വരുന്നത്. ഒരാൾക്ക് ജീവൻ നഷ്ടമായി കുറ്റിപ്പുറത്തുണ്ടായ അപകടത്തിൽ. ഒപ്പം 3 പേരുടെ നില ഗുരുതരമായി തുടരുമ്പോൾ മറ്റ് 20 പേർ നിസ്സാര പരിക്കുകളുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണെന്നുള്ള വിവരം കൂടി ശിവദാസ് കന്മനം അവിടെ നിന്നും പങ്കുവയ്ക്കുന്നുണ്ട്.